इस प्रकार इकट्ठा होने के लिए प्रभु ने हमें एक और अवसर दिया। അല്പസമയത്തെ വചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. थोड़ा समय का मनन के लिए यहूदा का पुस्तक उसका 24वां पद को पढ़ेंगे। बुक ऑफ जूड वर्स 24। നാം ഇങ്ങനെ വായിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവൻ. अब जो ठोकर खाने से तुम्हारी रक्षा कर सकता है और अपनी महिमा की उपस्थिति में तुम्हें निर्दोष और आनंदित करके खड़ा कर सकता है। ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിങ്ങനെയാണ്: ദൈവം ശക്തനാണ്, അല്ലെങ്കിൽ ശക്തിയുള്ള ദൈവം. मुझे इस बात के ऊपर कहना है या विचार करना है, हमारा परमेश्वर शक्तिशाली परमेश्वर है, कर सकता है वो हमारे लिए रक्षा। ഒരുപക്ഷെ ലോകം മുഴുവൻ ഏറെ വിമർശിക്കപ്പെടുന്ന, പരിഹസിക്കുന്ന ഒരു വാക്കുകളാവാം ഈ വാക്കുകൾ. शायद इन वचन को देखकर सारे संसार के लोग उसका क्रिटिसाइज करेगा। ലോകം മുഴുവൻ വല്ലാത്ത ഒരു മഹാമാരിയിൽ ജനലക്ഷങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. इन दिनों में हम पढ़ते हैं सारे संसार के सैकड़ों लोग मर रहा है। കരുത്തനായ ശക്തനായ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. कई लोग ये पूछेंगे, यदि शक्तिशाली परमेश्वर जीवित है तो ऐसा कैसा होता है। പക്ഷേ ഞാൻ പറയുന്നത് മനുഷ്യന്റെ ദുർബലതയാണ് ഇവിടെ വ്യക്തമാകുന്നത്. लेकिन मैं इस प्रकार बताना चाहता हूं, ये मनुष्य का निर्बलता को दर्शाता है। ബാബേൽ ഗോപുരം പോലെ അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യൻ. मनुष्यों ने बाबिल का टावर जैसा बड़ी बड़ी चीजें बनाया है मनुष्य। പക്ഷേ ഈ ഒരു നിസാര ജീവിയുടെ മുൻപിൽ മനുഷ്യനാകെ ഭയക്കുകയാണ്. लेकिन एक छोटा सा प्राणी के सामने मनुष्य डर गए हैं। ദൈവം അന്നും ഇന്നും ശക്തനാണ്. परमेश्वर उन दिनों में आज कल हमेशा के लिए शक्तिशाली है। നാം വായിച്ച ഈ വേദഭാഗത്തിലേക്ക് വരാം. ദൈവഭക്തനായ യൂദ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ये जो वचन में आएंगे, यहोवा का भक्त यहूदा क्या बोलते हैं? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ठोकर खाने से तुम्हारी रक्षा कर सकता है और अपनी महिमा की उपस्थिति में तुम्हें निर्दोष आनंदित करके खड़ा कर सकता है। ഈ യൂദയുടെ ലേഖനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണല്ലോ. आप जानते हैं यहूदा का पुस्तक का जो बैकग्राउंड आप जानते हैं। നാം ആദ്യ വാക്യങ്ങളിൽ 3-ാം വാക്യത്തിൽ കാണുന്നത് പോലെ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ കുറിച്ചാണ് യൂദ ഇവിടെ എഴുതുന്നത്. यहूदा यहाँ लिख रहा है विश्वास के लिए किस प्रकार संघर्ष करना है। ഇവിടെ ഒരു കഠിനമായ ദുരുപദേശം ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭയിലേക്ക് കടന്നു വരാൻ തുടങ്ങുകയാണ്. पहली सदी के कलीसिया में गलत शिक्षा आया। ഇവിടെ അവർ വരുന്നത് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ ഇടയിൽ വരുന്നു. यहाँ ऐसा कुछ लोग विश्वासियों के बीच में आया जो यीशु मसीह का इनकार करते हैं। പക്ഷേ ഈ കൂട്ടം ദുരുപദേശം ഉണ്ടെന്ന് മാത്രമല്ല, ഈ ദുരുപദേശത്തിന്റെ മറുഭാഗമായി വല്ലാത്ത വഴിവിട്ട ജീവിത രീതികളും ഇവരുടേതായി നമുക്ക് കാണാൻ കഴിയുന്നു. और इनके बीच में केवल गलत प्रकार की शिक्षा नहीं, उनका जीवन भी सही नहीं था। നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. हम जानते हैं पहली सदी के मसीह लोग बहुत प्रकार का क्लेश उठाया, लोग उसको सताया गया। ക്രിസ്തുവിന് വേണ്ടി വീടുകളെ വിട്ടവരാണ്, ക്രിസ്തുവിന് വേണ്ടി അവരുടെ സമ്പത്ത് വിട്ടുകളഞ്ഞവരാണ്. प्रभु के नाम के लिए अपनी संपत्ति को छोड़ दिया, अपना घर को छोड़ दिया। അപ്പനെയും മക്കളെയും ഭാര്യയെയും നിലങ്ങളെയും ഒക്കെ കർത്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞ ആഹ്വാനം കേട്ട് അതൊക്കെ ഉപേക്ഷിച്ച് മുൻപോട്ട് വന്ന ആളുകളാണ് ഈ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ. जैसा प्रभु ने आह्वान दिया वैसा अपने प्रिय लोगों को, बच्चों को, माँ बाप को, ऐसे लोगों को त्याग करके यीशु मसीह के पास वे आया। അവർ വന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് അവർ വന്നത്. वे यीशु मसीह के पीछे हो लिया। ഇവിടെ പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം അവിടെ വന്നിരിക്കുന്നു. लेकिन इनके बीच में ऐसा कोई आया जो यीशु मसीह का इनकार करते हैं। പ്രിയപ്പെട്ടവരെ,
എത്രമാത്രം വേദന അവിടുത്തെ വിശ്വാസികൾക്ക് അത് ഉണ്ടാക്കിയിരിക്കും എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. प्यारो, हम समझ सकता है कि उन दिनों का विश्वासियों के बीच में कितना दर्द आया, कितना वेदना आया। എന്നാൽ യൂദ ഇവിടെ പറയുകയാണ്, ദൈവം നിങ്ങളെ സൂക്ഷിക്കും. लेकिन यहूदा कहता है यहाँ, परमेश्वर आपको संभालेंगे। ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. मैं यहाँ से दो बातें बोलना चाहता हूँ। ശക്തനായ ദൈവം വീഴാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. परमेश्वर जो शक्तिशाली है, हमें गिरने से बचा सकता है, ठोकर खाने से बचा सकते हैं। രണ്ടാമത്, ശക്തനായ ദൈവം ആനന്ദത്തോടെ നിർത്തുന്നവനാണ് നിങ്ങളെ. और शक्तिशाली परमेश्वर हमें आनंद के साथ खड़ा करेगा। വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ശക്തിയുള്ള ദൈവം ഒന്ന്. तुम्हें गिरने से बचाने वाला शक्तिशाली परमेश्वर। ദുരുപദേശത്തിന്റെ കാറ്റുകൾ എത്ര ശക്തമാണെങ്കിലും അതിൽ ഉലയാതെ നിന്നെ പിടിച്ചു നിർത്തുവാൻ കരുത്തുള്ളവനാണ് ദൈവം. गलत शिक्षा का हवा कितना शक्तिशाली हो, उनमें गिरने से परमेश्वर बचाते हैं हमको। ഈ യൂദയുടെ ലേഖനം എഴുതുന്നത് ഏതാണ്ട് AD 65 ശേഷമാണെന്നാണ് വിചാരിക്കപ്പെടുന്നത്. यहूदा का पुस्तक लिखते हैं करीबन AD 65 के बाद में। നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ ആ കാലത്തിൽ വല്ലാത്ത നിലയിലുള്ള പീഡനങ്ങളിലൂടെ ദൈവസഭ കടന്നുപോകുന്ന ഒരു കാലമായിരുന്നു അത്. हमें मालूम है कि उन दिनों में कलीसिया को बहुत लोग सताते थे। ആദ്യ ദിവസങ്ങളിലൊക്കെ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ അവർ കൂടി വന്നിരുന്നു. പിന്നീട് पहले के दिनों में यहूदियों का सिनगोग में वो इकट्ठा होते थे। പിന്നീട് സിനഗോഗുകൾ പോയിട്ട് പൊതുസ്ഥലത്ത് പോലും നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒറ്റപ്പെടുത്തലാണ് ആദിമസഭയ്ക്കുണ്ടായത്. और पहली सदी का कलीसिया को ऐसा एक माहौल आया, सिनगोग में भी नहीं, किधर पब्लिक प्लेस में खड़ा हो नहीं सकता कलीसिया को। ഓടിച്ചിട്ട് പിടികൂടുന്ന, ഉപദ്രവിക്കുന്ന വളരെ പീഡനത്തിന്റെ കാലം. और उसको भगा के उनको पकड़ के सताते थे। പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും നാം ചിന്തിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നമുക്ക് ഏതാണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളാണ്. ऐसे ही दिनों में हम लोग आ पहुंचे हैं। ഒരുമിച്ച് കൂടാൻ കഴിയാത്ത ദിനങ്ങൾ. हमें इकट्ठा हो नहीं सकता ഒരുമിച്ച് കൂടി ആത്മീക കൂട്ടായ്മ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. और एक साथ मिलकर हम आत्मिक आराधना नहीं कर सकता। കാരണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു പ്രതിസന്ധിയാണെന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. और उसका अलग अलग कारण है, लेकिन एक बहुत ही मुसीबत का समय है। പക്ഷേ നാം ഇവിടെ വായിക്കുന്നു, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ കരുത്തനാണ് നമ്മുടെ ദൈവം. लेकिन यहाँ पढ़ते हैं हमारा परमेश्वर शक्तिशाली है, जो ठोकर खाने से हमारी रक्षा कर सकता है। AD 65 കഴിയുമ്പോൾ അപ്പോസ്തലന്മാർ പലരും രക്തസാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. AD 65 के आगे हम पढ़ते हैं कई प्रेरितों को शाहिद होना पड़ा। ദൈവസഭയുടെ പല നേതാക്കന്മാരും മരിച്ച് യാത്ര പറയുന്നു. कलीसिया के कई अगुवे हैं, वो चले गया। ഏതാണ്ട് പൗലോസിന്റെ രക്തസാക്ഷിത്വവും AD 60 സംഭവിച്ചത്. और ऐसा समझते हैं पौलुस भी AD 60 के समय में शाहिद हो गया। എന്നാൽ ഇവിടെ യൂദ പറയുന്നു, വീഴാതെ വണ്ണം പ്രിയ വിശ്വാസികളെ നിങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ്. लेकिन यहूदा कहता है, प्यारे भाइयों, आपको ठोकर खाने से हमारा परमेश्वर संभालेगा। കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളരെ കരുത്തനായ ഒരു ഡിഫൻഡർ ആയിട്ടിരുന്ന പ്രിയ ദേവദാസൻ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടത്. पिछले हफ्ते ही हमारा एक प्रभु का दास जो मसीही लोगों के बीच में बहुत अच्छा विश्वास के लिए लड़ाई किया, वो रवि सकरियास प्रभु के पास चले गया। അങ്ങനെ ഓരോരുത്തരായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും, അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ऐसा अलग अलग दास लोग चलते रहेंगे, चले जाएंगे। എന്നാൽ ഇവിടെ നമുക്ക് ഓർക്കാനായിട്ടുള്ള ഒരു ദൈവവചനമുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം കരുത്തനാണ്. लेकिन यहाँ परमेश्वर का वचन में तसल्ली देता है, ठोकर खाने से आपको परमेश्वर संभालता है। മലയാളത്തിൽ ഇങ്ങനെയൊരു പാട്ടുണ്ട്, മോശ മാറി യോശുവ മാറും, യേശുനാഥൻ മാറുകില്ല. ऐसा एक गाना है मलयालम भाषा में, मूसा जाएंगे, यहोशू जाएंगे, लेकिन यीशु मसीह नहीं जाएंगे। ദൈവം എന്നും നമ്മോടൊപ്പമുള്ള ദൈവമാണ്. हमारा परमेश्वर आज और हमेशा के लिए हमारे साथ है। പ്രിയപ്പെട്ടവരെ, വീഴാതെ നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ ദൈവം ശക്തനാണ്. यारो, आपको ठोकर खाने से संभालने के लिए परमेश्वर शक्तिशाली है। ഈ വാക്കുകൾ പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വിഷയം നാം ആദ്യം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കുറിച്ചും
വളരെ ശരിയായ കാര്യമാണ്. यहाँ जो लिखा है वो हमने बताया उसका भूमिका क्या है, लेकिन हर समय के लिए वचन सही है। വീഴാതെ നമ്മെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ്. ठोकर खाने से वो बचाते हैं। ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു വചന जीवन സത്യമാണ്. की कोई भी क्षेत्र में वो लागू कर सकते हैं। നമുക്കറിയാം ഇത് ഇന്നത്തെ ദിനങ്ങൾ പലായനത്തിന്റെ ദിവസങ്ങളാണ്. ये लोग भागने का समय है। ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ മനുഷ്യർ നടന്നു പോകുന്നു. हजारों किलोमीटर लोग चलकर चले जाते हैं। ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചിത്രം ഓർക്കുന്നു. നടന്ന് കാലുകൾ മുഴുവൻ ചോര ഒഴുകുകയാണ്. എന്നിട്ട് ഒരു 1.5 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പുറത്ത് കിടത്തി മുട്ടുകുത്തി ഇഴയുന്ന ഒരു അമ്മയുടെ ചിത്രം കാണുവാനിടയായി. मैंने एक पिक्चर देखा, उसमें एक माता जी चलते चलते उनका पाँव से खून आते हैं और वो चल नहीं सकता, फिर वो उसका घुटने पे चलते हैं और उसके ऊपर एक बच्चे को भी रखा है। മനുഷ്യർ വല്ലാതെ ദുരിതത്തിലും കഷ്ടപ്പാടിലുമാണ് ഈ ദിവസങ്ങൾ കഴിയുന്നത്. इन दिनों में मनुष्य बहुत ही मुसीबत से रहते हैं। എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുപോയത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുന്ന ചില വാക്കുകളാണ്. मेरा मन में जो व्यवस्थाकरण का वचन आया, 8वां अध्याय में पढ़ते हैं। അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ടും അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. और वहां हम इस प्रकार पढ़ते हैं कि वो 40 साल जंगल से होकर चला, लेकिन उसका कपड़ा कभी फाटा नहीं। ആ വാക്യങ്ങളൊന്ന് വായിച്ചു തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ വായിക്കാം. वो वचन पढ़ के जाएंगे। ആവർത്തന പുസ്തകം 8-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. व्यवस्थाकरण 8वां अध्याय उसका 40वां पद। നീ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്. इन 40 वर्षों में इन 40 वर्षों में ना तेरे तन पर के वस्त्र पुराने हुए और ना तेरे पैर सूजे। इस प्रकार तुझे अपने मन में जान लेना चाहिए कि जैसा कोई मनुष्य अपने पुत्र को अनुशासित करता है, वैसे ही तेरा परमेश्वर यहोवा तुझे अनुशासित करता आया है। പ്രിയപ്പെട്ടവരെ, 40 വർഷക്കാലത്തോളം കാലം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എത്രയോ വലിയ ദൈവിക കരുതലാണ് ദൈവം ആ ജനതയ്ക്ക് നൽകിയത്. प्यारों, 40 साल परमेश्वर किस प्रकार उनको चलाया, उनको संभाला। വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നു എന്ന് യൂദ എഴുതിയ വാക്കുകൾ എത്രയോ അന്വർത്ഥമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. जो यहूदा ने लिखा, ठोकर खाने से परमेश्वर आपको संभालेगा, और वो व्यवस्थाकरण में कितना बराबर पूरा हुआ, ऐसा पढ़ते हैं। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ हमारा परमेश्वर हमें गिरने से बचाता है। നമ്മിൽ പലരും പല യാത്രകൾക്ക് വേണ്ടിയും തയ്യാറെടുക്കുന്ന ദിവസങ്ങളാകാം. हम इन दिनों में शायद सफर करने का तैयारी में होगा। യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ ദിവസങ്ങളിൽ. इन दिनों में सफर करना बहुत मुश्किल है। രോഗത്തിന്റെ ഒരു ഭയം ഒരു വശത്തുണ്ട്. बीमारी का भय है। സാധാരണ നിലയിലുള്ള സൗകര്യങ്ങളും വണ്ടികളൊന്നും ലഭ്യമല്ല. पहले का जैसा सुविधाएं नहीं है। പക്ഷേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൂടെയുള്ളത് വീഴാതെ വണ്ണം നമ്മളെ കാക്കുന്ന സംരക്ഷിക്കുന്ന മഹാനായ ഒരു ദൈവമാണ്. लेकिन हमारे साथ जो है वो परमेश्वर ऐसा एक प्रभु है जो हमें चलाते हैं, संभालते हैं। 40 വർഷത്തോളം ഇസ്രായേലിലെ നടത്തിയ ദൈവം നമ്മോടൊപ്പം. 40 साल इस्राएलियों को चलाया हुआ प्रभु हमको चलाते हैं। ഇസ്രായേലിലെ ചരിത്രം മുഴുവൻ നോക്കിയാൽ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയാൻ നിരവധി സംഭവങ്ങൾ നമുക്ക് ലഭിക്കും. इस्राएलियों का कहानी पढ़ेगा तो परमेश्वर का ये जो महान कार्य को वर्णन करने का कई अनुभव है। ഏലിയാവിനെ പുലർത്തിയ ദൈവത്തെ നമുക്കറിയാമല്ലോ. एलिया को किस प्रकार चलाया परमेश्वर। ഏലിയാവിന് വേണ്ടി ദൈവം എന്തൊക്കെയോ വിചിത്രങ്ങളായ മാർഗങ്ങളാണ് ഒരുക്കുവാനിടയായത്. एलिया के लिए परमेश्वर ने क्या क्या तैयारी किया। കാക്ക കൊണ്ട് ആഹാരം കൊടുക്കുക, कौवा उसको खाना खिलाया, എന്നിട്ട് വിധവയുടെ അടുത്ത് പോയി പരിപോഷിപ്പിക്കുക. विधवा के द्वारा उसको पालन पोषण किया। ദൈവത്തിന് യാതൊരു തടസ്സങ്ങളും യാതൊരു പരിധികളും പരിമിതികളുമില്ല.
परमेश्वर के लिए कोई सीमा नहीं, लिमिटेशन नहीं। ദൈവത്തിന്റെ കരങ്ങൾ സർവശക്തമായ കരങ്ങളാണ്. परमेश्वर का हाथ सर्वशक्तिमान हाथ है। വീഴാൻ നീ തുടങ്ങുമ്പോൾ നിന്നെ താങ്ങുന്ന കരങ്ങളാണ് ആ കരങ്ങൾ. जैसा आप गिरने पर है वो आपको संभालता है। വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ശക്തനായ ദൈവം. गिरने से बचाने वाला सर्वशक्तिमान परमेश्वर। പിന്നെ ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം വരാം. എന്നിട്ടും നാം ചരിത്രത്തിൽ വായിക്കുമ്പോൾ ദൈവമക്കൾ ഒരുപാട് പലപ്പോഴും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ കാരണം? तो एक स्वाभाविक रूप में सवाल आ सकते हैं कि परमेश्वर का लोग क्यों कष्ट उठाते हैं। ഒരുപാട് പ്രാവശ്യങ്ങളിൽ നാം അത് ദൈവത്തിന്റെ കരങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വരാത്ത ചില സന്ദർഭങ്ങൾ നിരവധി നാം ബൈബിളിൽ കാണുന്നു. ऐसा अवसर हम कई बार पढ़ते हैं जो परमेश्वर का हाथ उनको मदद नहीं किया। നാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മുന്നറിയിപ്പിന്റെ സൂക്ഷിക്കേണ്ട പാഠവും यहाँ ഉൾക്കൊള്ളേണ്ടതാണ്. एक चेतावनी है और एक सबक है। നാം 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴെ പാർക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. भजन 91 में पढ़ते हैं जो सर्वशक्तिमान के छाया में रहने वाला एक विश्वासी के बारे में पढ़ते हैं। അവിടെ ഭയവും ഭീതിയും ഒരല്പം പോലും ഇല്ലാതെ പാർക്കുന്ന ഒരു വിശ്വാസിയാണ് കാണാൻ കഴിയുന്നത്. और वहां हम ऐसा एक विश्वासी को देखते हैं जो सर्वशक्तिमान के छाया में बिना डर से बिना शक से रहते हैं। പക്ഷേ നാം ശ്രദ്ധയോടെ കരുതേണ്ട കാര്യം അവിടുത്തെ ഒന്നാമത്തെ വാക്യമാണ്. लेकिन वहां का ध्यान देने का वचन पहला वचन है। അവിടെ അത്യുന്നതന്റെ നിഴലിൽ പാർക്കുന്നവനായിരിക്കും. वहां लिखा है सर्वशक्तिमान के छाया में वास करने वाला। പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്കാണ് ദൈവം ഈ സംരക്ഷണം നൽകുക. प्यारों, परमेश्वर के साथ वफादार रहने वालों को प्रभु संभालते हैं। നിങ്ങൾ ദൈവത്തിന്റെ നിഴലിൽ പാർക്കുന്നെങ്കിൽ അവിടെ ഈ സംരക്ഷണം ഉറപ്പാണ്. यहाँ यदि हम परमेश्वर के छाया में रहेंगे वहां हमें सुरक्षा पक्का है। ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത് സ്വയം ശക്തനാവാനല്ല. हमको परमेश्वर नहीं बोलता तुम शक्तिशाली बनो। ശക്തിയൊക്കെ ദൈവത്തിന് ധാരാളം കയ്യിലുണ്ട്. परमेश्वर के पास सामर्थ्य है। ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തോട് നീ വിശ്വസ്തനായിരിക്കുക എന്നാണ്. परमेश्वर हमसे कहते हैं विश्वास योग्य रहना। നീ വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കും. यदि हम विश्वास योग्य रहेंगे परमेश्वर काम करेंगे। നാം ഇസ്രായേലിന്റെ മരുഭൂമിയിലൂടെയുള്ള യാത്രയെ ഓർക്കുമ്പോൾ इस्राएलियों का सफर को आप देखेंगे। അവർക്ക് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ദൈവം അവർക്ക് മേഘസ്തംഭമായി പകലുകളിൽ ഉണ്ടായിരുന്നു. दिन के समय में उजियाले से बचाने के लिए उनके लिए शैडो था, उनको बादल का छाया था। ഇസ്രായേലിന്റെ ആ വലിയ പുരുഷാരത്തിന്റെ മേൽ മുഴുവൻ മേഘം മുഴുവൻ നിറഞ്ഞു നിൽക്കും, വെയിൽ അവർക്ക് തട്ടുകയില്ല. इस्राएल के ऊपर बादल एक छाया देते हुए खड़ा रहेगा ताकि धूप उस पर ना आए। എന്നാൽ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ ഇസ്രായേലിന്റെ കൂട്ടം വിട്ട് പുറത്തേക്ക് പോവാൻ തീരുമാനിച്ചു എന്ന് കരുതുക. लेकिन मान लो एक इस्राएली इंसान यहूदियों का झुंड में से बाहर जाएंगे, അവന്റെ പുറകെ ദൈവത്തിന്റെ മേഘസ്തംഭം പോവുകയില്ല. उनके पीछे परमेश्वर का बादल का छाया जाएगा नहीं। നാം ആ ചിത്രം ഒന്നുകൂടെ മനസ്സിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ പാർക്കുന്നത് സമാഗമന കൂടാരത്തിന്റെ മുഴുവൻ ചുറ്റിലായിട്ടാണ് ആ ലക്ഷക്കണക്കിന് ജനത മുഴുവൻ പാർക്കുന്നത്. आप थोड़ा सा अंदाज कीजिए, टैबरनाकल या मिलाप वाले तंबू के चारों तरफ ये लाखों यहूदी लोग रहते हैं। ആ സമാഗമന കൂടാരത്തിന്റെ മേലായി ഇസ്രായേൽ പാളയം മുഴുവൻ വിരിച്ചു നിൽക്കുന്ന മേഘം നമുക്ക് കാണാൻ കഴിയും. ये जो तंबू के ऊपर परमेश्वर का जो बादल है वो खड़ा है। എന്നാൽ ആ മേഘത്തിന്റെ കീഴിൽ നിന്ന് ഒരാൾ മാറി സഞ്ചരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മരീചികകൾ കാണാൻ കഴിയും. ये जो बादल के नीचे से, छाया के नीचे से कोई यहूदी दूर जाएगा तो ഒരാൾ വിചാരിക്കുക, ഈ പാളയത്തിന്റെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു മരീചിക കാണുകയാണ്. ഈ മരീചിക കണ്ട് ആ മരീചികയാണ് മെച്ചം എന്ന് കരുതി ഇയാൾ അയാളുടെ കുടുംബവുമായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ മരീചിയിലേക്ക് നടന്നു പോവുകയാണെന്ന് കരുതുക. यदि यहूदी
ये जो छाया में रहने वाला एक इंसान, वो दूर पे देखते हैं, क्या देखते हैं? दूर पे पानी का या और कुछ सुविधा का निशाना देखते हैं, और वहां देखकर वो चले जाएगा तो അങ്ങനെ പോകുന്നുവെങ്കിൽ അവന്റെ പിന്നാലെ മേഘസ്തംഭം പോവുകയില്ല. ऐसा जाने वाले के पीछे परमेश्वर का शैडो नहीं जाता है। പ്രിയപ്പെട്ടവരെ, ദൈവം ശക്തനാണ്. അവൻ നിന്നെ വീഴാതെ സൂക്ഷിക്കുന്നവനാണ്. यारो, परमेश्वर सर्वशक्तिमान है, वो आपको ठोकर खाने से बचा सकते हैं। എന്നാൽ ആ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നീ അവനോടൊപ്പമായിരിക്കണം, അവനോട് വിശ്വസ്തനായിരിക്കണം. लेकिन वो जो सामर्थ आपके लिए काम करना है, तो आप उनके साथ रहना है। ആ ദൈവം ആവശ്യപ്പെടുന്നത് നിന്നോട് ശക്തനാവാനല്ല, ദൈവം आ, ആവശ്യപ്പെടുന്നത് നിന്നോട് വിശ്വസ്തനായിരിക്കാനാണ്. आपको नहीं बोलता कि आप शक्तिशाली बनो, आपको बोलते हैं प्रभु से विश्वास योग्य रहो। നാം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായി. इब्रानी 2 में पढ़ते हैं, मूसा परमेश्वर के भवन में विश्वास योग्य रहा। ദൈവത്തിന്റെ ശക്തി ധാരാളമായി പതഞ്ഞൊഴുകിയ ഒരു വ്യക്തിയാണ് മോശ. परमेश्वर का सामर्थ बहुत आयत से मूसा के जीवन में कार्य किया। ചെങ്കടൽ വിഭജിക്കപ്പെട്ടത്, ദൈവശക്തി പ്രവഹിച്ചത് മോശയിലൂടെയാണ്. जो लाल समुद्र को डिवाइड किया मूसा के द्वारा, മാറ മധുരമായതിലും പ്രവർത്തിച്ചത് ദൈവശക്തി മോശയിലൂടെയാണ്. मारा को मीठा करने के लिए परमेश्वर का सामर्थ मूसा के द्वारा काम किया। ദൈവത്തിന്റെ ശക്തി അതിലൂടെ പ്രവഹിക്കുകയായിരുന്നു മോശയിലൂടെ. मूसा के द्वारा परमेश्वर का सामर्थ बह रहा था। പ്രിയപ്പെട്ടവരെ, നാം ഓർക്കേണ്ട കാര്യം, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമ്പോഴാണ്, അതിലൂടെയാണ് ദൈവം തന്റെ ശക്തി ഒഴുകുക. यारो, हमें इस बात को समझना है, जब हम परमेश्वर से विश्वास योग्य रहेंगे, तो हमारे द्वारा परमेश्वर का सामर्थ बहेगा, काम करेगा। ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദാവീദിനെ കുറിച്ചും ദൈവം ഈ വാക്കുകൾ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം അതുപോലെ നിർവഹിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ. दाऊद के बारे में इस प्रकार कहते हैं कि परमेश्वर के हृदय के अनुसार का इंसान था दाऊद। ഓരോ പോയിന്റിലും ദൈവത്തോട് ചോദിച്ചിട്ടേ ദാവീദ് നീങ്ങുകയുള്ളൂ. दाऊद के जीवन के हर समय में हर बातें परमेश्वर से पूछ के करता था। ദൈവമേ, ഞാൻ പോകണമെന്ന് ദൈവം പറഞ്ഞാൽ ദാവീദ് പോകും. क्या प्रभु मैं जाऊं? परमेश्वर बोलेगा तो वो जाएंगे। അങ്ങനെ പോയ ദാവീദിന് വേണ്ടി തോൽവികൾ അറിയാതെ ദാവീദിനോടൊപ്പം നിന്നു ദൈവം. ऐसा परमेश्वर के इच्छा के अनुसार गया हुआ दाऊद के साथ परमेश्वर रहा। പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യം മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, यारों, പാർക്കുക. परमेश्वर के साथ हम विश्वास योग्य रहना है। എന്നാൽ നമുക്ക് വേണ്ടി വീഴാതെ വണ്ണം ശക്തനായ ദൈവം പ്രവർത്തിക്കുവാനിടയായി. ऐसा है तो परमेश्वर हमारे लिए काम करेंगे। രണ്ടാമത്തെ കാര്യം നാം അവിടെ ചിന്തിച്ചത്, മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുന്നവനാണ് ദൈവം. दूसरी बात हम यहाँ पढ़ते हैं, वो हमें आनंद के साथ महिमा में उपस्थित कराएंगे। പ്രിയപ്പെട്ടവരെ, ദൈവം നിർത്തുന്ന ഒരു കാലം വരാൻ പോകുകയാണ്. हमें एक दिन परमेश्वर महिमा में खड़ा करेगा। പോരാട്ടത്തിന്റെ, ഈ ഓട്ടത്തിന്റെ ഈ ദിവസങ്ങൾ അവസാനിക്കും. ये जो लड़ाई का भाग दौड़ का दिन खत्म हो जाएगा। കഠിനാധ്വാനത്തിന്റെയും യുദ്ധങ്ങളുടെയും ഈ ദിനങ്ങൾ അവസാനിക്കും. मेहनत का, लड़ाई का समय समाप्त हो जाएगा। ദൈവത്തിന്റെ ഒരു ദിവസമുണ്ട്. ദൈവം നമ്മെ വിജയപീഠത്തിൽ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर एक दिन आएगा, हमको विजयी करके खड़ा करेगा। നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം एक बात और यहाँ लिखा है, ദൈവം നിർത്തുന്ന ആ വിജയപീഠം എവിടെയാണ്? परमेश्वर हमें खड़ा करेगा उस विजय का जो कड़ी में അത് എവിടെയാണ് എന്നുള്ളതിന്റെ ഒരു സൂചന ഈ 24-ാം വാക്യം किधर है, कहाँ है? നാം വായിക്കുന്നു, തന്റെ മഹിമാസന്നിധി. तो लिखा है उनकी महिमा की उपस्थिति में। ദൈവം തന്റെ മഹിമാസന്നിധിയിലാണ് നിന്നെ നിർത്താൻ പോകുന്നത്. अपनी महिमा की उपस्थिति में खड़ा करेगा। പ്രിയപ്പെട്ടവരെ, വിശ്വാസി എന്ന നിലയിൽ നാം വളരെ ശ്രദ്ധാപൂർവം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. बहुत ध्यान से हम इस बात को समझना है। ദൈവം നമ്മെ നിർത്തുവാൻ പോകുന്ന വിജയപീഠം ഈ ഭൂമിയിലെ ഒരു വിജയപീഠങ്ങളുമല്ല.
परमेश्वर हमको खड़ा करेंगे, वो संसार में नहीं विजयी करके खड़ा करेंगे। ഈ ലോകത്തിൽ ദൈവത്തിന് അങ്ങനെ ഒരു വിജയപീഠങ്ങളുമില്ല. इस संसार में ऐसा कुछ विजय पीड़ नहीं। ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടക്കളം മാത്രമാണ്. आज हमें यहाँ दौड़ने का जगह है ഇതൊരു പോരാട്ട വഴി മാത്രമാണ്. और यहाँ लड़ने का जगह है। നമ്മെ നിർത്താൻ പോകുന്ന മഹിമാസന്നിധി അത് അവന്റെ മഹിമാസന്നിധിയാണ്. हमें महिमा की उपस्थिति में खड़ा करेंगे, उसकी महिमा की उपस्थिति में है। അതുകൊണ്ട് നാം എപ്പോഴും ഓർത്തിരിക്കണം, ഈ ലോകത്തിൽ നാം ചെയ്യുന്നതിനൊന്നും അതിനർഹിക്കുന്ന നിലയിലുള്ള അംഗീകാരങ്ങളോ വിജയപീഠങ്ങളോ നമുക്ക് ലഭിച്ചു കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. यहाँ हम जो करते हैं उसके लिए आदर, इज्जत या सम्मान इधर नहीं मिलेगा। നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കോ, നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്താൽ സഹിക്കുന്ന സഹനങ്ങൾക്കോ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന അധ്വാനങ്ങൾക്കോ ഈ ലോകത്തിൽ നിങ്ങളെ മാനിക്കപ്പെടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. आज आप जो प्रभु के लिए करते हैं, कष्ट उठाते हैं, मेहनत करते हैं, ऐसी बातों का कोई अंगीकार, प्रतिफल संसार में मिलने का कोई संभावना नहीं है। ദൈവം ആദരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു വേദികളിലുമല്ല, തന്റെ മഹിമയിലാണ് അവൻ നിർത്താൻ പോകുന്നത്. संसार की कोई भी वेदी में, कोई भी स्टेज में हमको खड़ा नहीं करेगा। खड़ा करेगा परमेश्वर के उपस्थिति में खड़ा करेगा। പൗലോസിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ ഈ സത്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. पौलुस इस विषय को बराबर लिखा गया है। പൗലോസ് എന്നും ലക്ഷ്യം വെച്ചത് അവന്റെ സന്നിധിയിലെ ആ മഹിമാ സന്നിധിയിലെ പ്രശംസ മാത്രമാണ്. पौलुस का लक्ष्य था परमेश्वर की उपस्थिति में, उनकी महिमा की उपस्थिति में जो आदर मिलेगा। പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല, അന്ന് അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവരും അവിടെ ആദരിക്കപ്പെടാൻ പോകുന്നു. पौलुस कहते हैं केवल मेरे लिए नहीं, उनका आगमन में जो कोई इंतजार करते हैं उन सबको मिल जाएगा। പിന്നീട് പൗലോസ് പറയുന്നുണ്ട്, തൊടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഖനം ലഭിക്കുവാൻ ഹേതുവാകുന്നു എന്ന് 2 കൊരിന്ത്യരിൽ പറയുന്നു. पौलुस ऐसा भी कहते हैं, थोड़ा समय का क्लेश के द्वारा हमेशा का चिरस्थायी महिमा और प्रतिफल मिल जाएगा। പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ഭക്തന്മാരെ നിർത്താൻ പോകുന്ന വിജയപീഠം തന്റെ മഹിമാസന്നിധിയാണ്. यारों, परमेश्वर खड़ा करेंगे हमको अपने महिमा के स्थान में। ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥ ഇങ്ങനെ ഓർത്തുപോകുന്നു. ഇംഗ്ലണ്ടിലെ ഒരു രാജാവ് തന്റെ അവധിക്കാലം ചെലവിടുന്നതിന് വേണ്ടി ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിലേക്ക് യാത്ര പോകും. मैंने पढ़ा एक इंग्लैंड में से एक राजा वो छुट्टी के दिनों में अफ्रीका में गया। അദ്ദേഹം തിരിച്ച് ഒരു കപ്പലിൽ അവിടെ തീരത്തേക്ക് വരികയാണ്. वो जो राजा वापस इंग्लैंड में आते हैं शिप में, കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. कुछ महीने के बाद वो वापस आते हैं। അന്ന് അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാനായി വലിയ ഒരു പരിവാരം തുറമുഖത്ത് ഒരുങ്ങി നിൽക്കുന്നു. राजा का स्वीकार करने के लिए बहुत सारे लोग इकट्ठा हो गया। അതേ കപ്പലിൽ തന്നെ ദീർഘവർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ആഫ്രിക്കയിൽ അധ്വാനിച്ച ഒരു മിഷണറി കൂടെ തന്റെ പ്രായാധിക്യത്തിൽ മടങ്ങി വീട്ടിലേക്ക് വരികയാണ്. और उसी जहाज में एक प्रभु का दास था, मिशनरी था, जो अफ्रीका में कई साल सेवा किया, सेवा करके वापस आया। അദ്ദേഹം മടങ്ങിയ തുറമുഖത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടികളും കാര്യങ്ങളും സ്വീകരിക്കാൻ ആരും തന്നെ ഇല്ല. लेकिन वो भी वो जहाज में था, उनका स्वीकार करने के लिए कोई नहीं आया था। 2-3 മാസത്തിന് വേണ്ടി വിനോദത്തിന് വേണ്ടി പോയ ഈ രാജാവിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചു കൂടിയിരിക്കുന്നത്. 2-3 महीना के लिए जाकर आया हुआ राजा को स्वीकार करने के लिए बहुत सारे लोग हैं। ഇദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒരു വേദനയുടെ ചിന്ത പോകുവാനിടയായി. मिशनरी के हृदय से एक विचार गया, പതിറ്റാണ്ടുകൾ അവിടെ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിച്ച് മടങ്ങി വരുന്ന തന്നെ സ്വീകരിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള വേദന. कई सालों तक सेवा करने के बाद मैं वापस आता हूं, मुझे स्वीकार करने के लिए कोई नहीं। പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോയ ആശ്വാസ ചിന്ത ഇങ്ങനെയായിരുന്നു. तुरंत एक विचार उसके मन में आया, എന്റെ സ്വന്തം ഭവനം, സ്വന്തം രാജ്യം ഞാൻ എത്തിയിട്ടില്ല. ये जो मैं अपना राज्य में मैं अभी तक प्रवेश नहीं किया, मैं वापस नहीं आया। എന്നെ സ്വീകരിക്കാൻ അങ്ങേ തീരത്തേക്ക് ഞാൻ എത്തിയിട്ടില്ല ഇതുവരെ. मुझे कोई स्वीकार करने के लिए मैं उस पार अभी गया नहीं। ഞാൻ അന്നവിടെ എത്തുമ്പോൾ എന്നെ കാത്ത് എന്റെ യജമാനൻ അവിടെ ഉണ്ടാകും.
जब उस पार में पहुंचूंगा तो मुझे स्वीकार करने के लिए मेरा लोग आएंगे, मेरा വലിയ स्वामी आएंगे വലിയ പുരുഷാരം അന്നവിടെ ഉണ്ടാകും. और कई लोग मुझे मिलने के लिए आएंगे. സ്തെഫാനോസിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന ദൈവപുത്രനെ പോലെ താനും അന്നവിടെ സ്വീകരിക്കപ്പെടും. वहां पढ़ते हैं स्टीफन जब महिमा में प्रवेश किया उसको स्वीकार करने के लिए यीशु मसीह खड़ा हो गया. പ്രിയപ്പെട്ടവരെ, നാം ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മെ ആനന്ദത്തോടെ ദൈവം നിർത്തുന്നത് തന്റെ മഹിമാസന്നിധിയിലാണ്. प्यारो, हमें याद करना है, हमें आनंद के साथ उनकी महिमा के उपस्थिति में खड़ा करेगा. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് വേദനയുടെയും ബുദ്ധിമുട്ടിന്റെയും ദിവസങ്ങൾ ആയിരിക്കാം പലർക്കും. प्यारो, इन दिनों में कष्ट और क्लेश का दिन है. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ ദൈവം വീഴാതെ നമ്മെ സൂക്ഷിക്കുന്ന लेकिन ദൈവമാണ്. हमारा परमेश्वर हमें ठोकर खाने से बचाता है. ഉപദേശത്തിന്റെ കൊടുങ്കാറ്റുകൾ എത്ര തീവ്രമായാലും അതിൽ പതറാതെ നിന്നെ കാക്കുവാൻ ദൈവം കരുത്തനാണ്. सिद्धांत का गलत सिद्धांत इतना भी जोर से मारे, उससे बचाने के लिए वो शक्तिशाली है. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ എല്ലാ ആവശ്യങ്ങളിലും ഏത് ആവശ്യങ്ങളിലും അവന്റെ നിഴലും പരിപാലനവും ധാരാളമാണ്. हमारी सारी आवश्यकताएं हम सबको संभालेंगे. എത്രയോ ചരിത്രങ്ങളാണ് നമ്മുടെ മുൻപിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത്. इतनी सारी इतिहास कहानी हमारे सामने है. അസാധ്യകരമായ കാര്യങ്ങളിലൂടെ ദൈവം നടത്തിയ വിധങ്ങൾ, असंभव की परिस्थिति में प्रभु चलाया हुआ अनुभव. സാരേഫാത്തിലെ വിധവമാർ നമ്മുടെ മുമ്പിലുണ്ട്. सारेफात का विधवाएं हमारे सामने है. ദൈവം 40 വർഷം നടത്തിയ ജനലക്ഷങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. और यहूदियों को किस प्रकार चलाया 40 साल, वो कहानी हमारे सामने है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വീഴാതെ നമ്മെ കാക്കുന്ന സംരക്ഷിക്കുന്ന ദൈവമാണ്. प्यारो, हमारा परमेश्वर गिरने से हमको बचाते हैं. അവൻ നമ്മെ ആനന്ദത്തോടെ തന്റെ മഹിമാസന്നിധിയിൽ നിർത്താൻ आनंद के साथ महिमा की उपस्थिति में खड़ा करेगा. അവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകും. एक बात और मैं बोलकर मैं बंद करता हूँ. പ്രിയപ്പെട്ടവരെ, അവന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം ഏതാണെന്ന് ആ വാക്യത്തിൽ നാം കാണുന്നു. ये जो वचन में लिखा है, इस प्रकार का अनुभव मिलने के लिए सबसे जरूरी बात क्या है? കളങ്കമില്ലാത്തവരായിട്ടിരിക്കണം. तो लिखा है निर्दोष खड़ा होना. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. बहुत बहुत ही महत्वपूर्ण एक बात है. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന കാര്യങ്ങളുടെ വലിപ്പത്തിലല്ല, നാം ചെയ്യുന്ന കാര്യങ്ങളുടെ അതിന്റെ ശുദ്ധതയിലാണ് ദൈവം നോക്കുന്നത്. हम कितनी बड़ी बातें किया वो नहीं, कितना निष्कलंक जीवन बिताया, पवित्रताई का जीवन बिताया, वो बड़ी बात है. നാം ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ നാം കൊണ്ടുവരുന്ന ചാക്ക് കണക്ക് അന്നത്തെ ദൈവത്തിന് വേണ്ടി ഭണ്ഡാരത്തിലേക്ക് ഇട്ട ഒരുപാട് ധനവാന്മാരെന്നുണ്ടായിരുന്നു. हम पढ़ते हैं यीशु मसीह के समय में जो मंदिर में पैसा डाला हुआ बहुत सारे लोग हैं. പക്ഷേ ഒരു സ്ത്രീ തന്റെ ഉപജീവനം മുഴുവൻ, തനിക്ക് അടുത്ത നേരം കഴിക്കാനുള്ള ആഹാരം മുഴുവൻ ആ ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. लेकिन एक स्त्री, उनके पास जितना है वो पूरा प्रभु को दे रहा था. ഇവിടെ ഹൃദയം കളങ്കമില്ലാതെ കവിഞ്ഞൊഴുകയാണ് ദൈവത്തിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി. प्रभु के नाम में देते हुए उनका हृदय बिना किसी कलंक से आनंद के साथ वो देती है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളുടെ വലിപ്പത്തിലല്ല, കളങ്കമില്ലാത്ത ശുദ്ധതയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. हम क्या बड़ी बड़ी बातें किया वो नहीं, कितना निष्कलंकता की जिंदगी बिताया वो बड़ी बात है. അവൻ അന്ന് നമ്മെ നിർത്തുന്ന വിജയപീഠത്തിൽ നിർത്തുമ്പോൾ അന്ന് എങ്ങനെയായിരിക്കും കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതിന്റെ ഒരു സൂചന കൂടെ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. जब विजयी के साथ प्रभु हमको खड़ा करेगा, किस प्रकार हम खड़े हो जाएंगे, वो भी यहाँ पढ़ते हैं. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അധികമായി ഈ ദൈവത്തോട് ചേർന്ന് അവരോട് ഒട്ടി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ നിഴലിൽ തന്നെ നമുക്ക് തുടരാം. ദൈവാത്മാവ് നമുക്ക്. इसलिए प्रभु के नजदीक हम रहें, उसके इच्छा के अनुसार रहे. प्रभु इन वचनों से हमें सहायता करें. प्यारे भाई बहनों, सुना हुआ वचन के लिए हम प्रभु का धन्यवाद करें. गंभीरता से